500 കൊല്ലം ഒരാൾ സുജൂദിൽ കടന്നു. അങ്ങനെ അള്ളാന്റെ കോടതിയിലെത്തി. അപ്പൊ അള്ളാഹു അയാളോട് ചോദിച്ചു, തദ്ഖുലുൽ ജന്നത ബിറഹ്മതി അം ബിസുജൂദിക്, നീ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് എന്റെ റഹ്മത്ത് കൊണ്ടോ നിന്റെ സുജൂദ് കൊണ്ടോ? അപ്പോൾ അയാൾ പറയുന്നു, സുജൂദി ഔഫർ യാ റബ്ബ്, സുജൂദ് എന്നല്ലേ എമ്പാടും 500 കൊല്ലാണ് സുജൂദ് കിടന്നു. ഫഅറഫഹു നിഅമഹു അലൈഹി, അപ്പോൾ അയാൾക്ക് ചെയ്തു കൊടുത്ത നിഅമത്ത് മുഴുവനും അല്ലാഹു തആല അയാൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് അയാൾക്ക് ബോധ്യപ്പെടും അല്ലാഹു ചെയ്ത നിഅമത്തിന്റെ ഒരു മൂലക്ക് പോലും, അതിന്റെ ഒരു ചെറിയ നാരിന്റെ അളവിൽ പോലും ഞാൻ തിരിച്ച് അങ്ങോട്ട് നിഅമത്ത് അങ്ങോട്ട് അമൽ ചെയ്തിട്ടില്ല. പിന്നെ അവൻ നരകത്തിലേക്ക് വലിക്കാൻ അല്ലാഹു കൽപ്പിക്കും. കാരണം ഇയാൾക്ക് എന്തില്ല അമലില്ല. അമലൊക്കെ അള്ളാന്റെ നിഅമത്തിന്റെ ഒരു മൂലയിൽ പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇനി ബാക്കിയുണ്ട്. ഇയാൾക്ക് റഹ്മത്ത് ആവശ്യമല്ല, നരകത്തേക്ക് വലിച്ചോളി മലക്കളോട് പറയും. അപ്പോൾ അപ്പോൾ അല്ലാഹു തആല അയാൾ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കൽപ്പിക്കും. അപ്പോൾ മലക്കുകൾ അയാൾ സ്വർഗ്ഗത്തിലെത്തിക്കും. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ മൂടണമേ റബ്ബേ. മനസ്സറിഞ്ഞ് പറയും കുട്ടികളെ, അല്ലാഹ് നിങ്ങൾ ഇവിടെ രാവിലെ വരുന്നത് എന്നും വരുന്ന അള്ളാഹിന്റെ നിഅമത്ത് മനസ്സിലാക്കാനായിരിക്കണം. അത് മറക്കരുത്, അതൊരിക്കലും മറക്കരുത്. അപ്പോഴല്ല റഹ്മത്തുണ്ടാവും. അതിനേക്കാൾ വലിയ ഒരിക്കലും ഞങ്ങളെ കണ്ണില്ലേ, ഇതുകൊണ്ട് എൻ്റെ കാഴ്ച കൊണ്ടല്ലേ എൻ്റെ റഹ്മത്തല്ലേ. നിങ്ങളിവിടെ വന്നിരുന്നു, ഞാനത് കണ്ടിട്ടില്ലെങ്കിലോ, എനിക്ക് കാഴ്ചയില്ലെങ്കിലോ പറയേ. എന്നോടൊരു മാഷ് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലേക്ക് പോകാൻ നേരത്ത് ഞാൻ കിണറ്റിങ്ങ പോയി കുളിച്ച് ഓടി വന്നു. പണ്ട് പറഞ്ഞതാ, ഇതൊരു 10-18 കൊല്ലം മുമ്പ് പറഞ്ഞു. കിണറ്റിങ്ങ പോയി കുളിച്ച് രാവിലെ മാഷാണ്, കണ്ണില്ലാത്തൊരു മാഷിനോട് പറഞ്ഞിട്ടുണ്ട് കുറേ കൊല്ലം, 10-18 കൊല്ലം മുമ്പ്. കിണറ്റിങ്ങരെ പോയി ഞാൻ മദ്രസയിൽ സെക്രട്ടറി ആയിരുന്നു. മദ്രസയിൽ പോയി ഉസ്താദ്മാരും ഹാജറും മറ്റൊക്കെ നോക്കി ഞാൻ തിരിച്ചു വന്നു. വേഗം കുളിച്ചു. സ്കൂൾ പോണ മാഷാണ്, മദ്രസയിൽ സെക്രട്ടറിയാണ്, സ്കൂളിലെ മാഷാണ്. അങ്ങനെ വേഗം വന്ന് ചായ എടുത്തേക്കെന്ന് പറഞ്ഞു. ചായ എടുക്കാൻ വേണ്ടി അവൾ ധൃതി ചായ എടുക്കുന്നതിനിടയിൽ ഞാൻ കുളിച്ച് വേഗം ഓടി വന്ന് അലക്കി തേച്ച് വെച്ച ഷെൽഫിൽ തേച്ച് വെച്ച തുണി കുപ്പായുണ്ട്. അങ്ങനെ തുണി എടുത്തിട്ട് ഞാനിങ്ങനെ കുടഞ്ഞു നോക്കുമ്പോൾ തുണീൻ്റെ നടുവിൽ ഒരു കറുപ്പ്. ഒന്നും കൂടി കുടഞ്ഞപ്പോൾ കറുപ്പ് ഒന്നും കൂടി കുടഞ്ഞു, കറുപ്പ് പിന്നെയും കൂടി, പിന്നെ അങ്ങോട്ട് കൂടി പിന്നെ ഒന്നും കണ്ടില്ല. എൻ്റെ കാഴ്ചയുടെ അവസാനത്തെ ദിവസം അന്നാണ്. കാഴ്ച നിലനിർത്തണമേ റബ്ബേ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഈ ഭൂമിയിലൊരു സാധനവും കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചത് തുണിക്ക് എന്തോ കറുപ്പുണ്ട്, തുണിക്കല്ല കറുപ്പ് എവിടെ വന്ന് കണ്ണ്. പിന്നെ അതിന് കൂടി കൃഷ്ണമണി അടഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ തുണി അനുഭവിച്ചു, കണ്ടിട്ടില്ല. ഇന്നവരെ എൻ്റെ തുണി കുപ്പായം കണ്ടിട്ടില്ല, എൻ്റെ ഭാര്യനെ കണ്ടിട്ടില്ല, ഭക്ഷണം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല, കഴിഞ്ഞു. മനുഷ്യ, ഈ കണ്ണിന്റെ വില അറിയൂ, ഇതൊക്കെ ഒരു സെക്കൻഡ് ഇല്ലാതെ എന്ത് പറയണം? പറയടാ ശ്രദ്ധിക്ക, പറയടാ. ഓരോ സെക്കൻഡും എന്ത് പറയണം? കണ്ണിന്റെ കാഴ്ചക്ക്. ഇപ്പൊ തൊള്ളന്റെ വാക്കിന് പറയാൻ നേരമില്ല, കാരണം കണ്ണിന്റെ കാഴ്ചക്ക് തന്നെ ഓരോ സെക്കൻഡിലും. പിന്നെ അങ്ങനെ തൊള്ളക്കിന് പകരം കൊടുക്കുക, പിന്നെ അങ്ങനെ ചെവിക്ക് പകരം കൊടുക്കുക. എന്താണ് വിചാരിച്ച് പറഞ്ഞത്? മനസ്സിലായോ? അത് രാവിലെ വന്നോട് പൊട്ടനെ പോലെ ഇരിക്കണോ? എന്താണ് വിചാരിച്ച്? എന്താണ് മനസ്സിലാക്കാത്ത? കണ്ണിന്റെ കാഴ്ചക്ക് സദാ നേരം എന്ത് പറയണം? അൽഹംദുലില്ലാന്ന് പറയണ്ടേ മനുഷ്യ? പിന്നെ വേറുള്ള നേരല്ലല്ലോ. വായിൽ എന്തൊക്കെ പണിയാ വായു കൊണ്ട് എടുക്കുന്നത്? വർത്താനം പറയാം, പാട്ട് പാടാം, ഭക്ഷണം കഴിക്കാം, ആസ്വദിക്കാം, അനുഭവിക്കാം, എല്ലാം. അതിന് അൽഹംദുലില്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം സദാസമയം എന്തിനെ പറയണ്ടേ? പറയായി കണ്ണിന് അൽഹംദുലില്ലാന്ന് പറയണം. പിന്നെ ഞാൻ പലവട്ട ആളെ കണ്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ അയാൾ കാഴ്ചയില്ലാത്ത ആളാണ്. സദന്റെ കാഴ്ചയുടെ അവസാന ദിവസം അന്നാ. പിന്നെ ഞാൻ ഈ ഭൂമി കണ്ടിട്ടില്ല. ഈ ഭൂമിയിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഈ ഭൂമിയിൽ ഒന്നും എനിക്ക് അനുഭവിക്കാൻ, കാഴ്ച കൊണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. തുണിയില് സ്കൂളിലേക്ക് മാഷാണ് ഓടാൻ ഒരുങ്ങുമ്പോൾ തുണിയിലൊരു കറുപ്പ്, പിന്നെയും കൂടി, പിന്നെ തുണി കാണാതെയായി, പിന്നെ ഒന്നും കാണാതെയായി, ആ വീട് കാണാതെയായി. ആ വീടും കറുപ്പും എല്ലാം കൂടി മൂടി കഴിഞ്ഞു. പിന്നെ ഞാൻ തുണീൻ്റെ കയ്യിലുണ്ട്, കണ്ണിലില്ല. ലാസ്റ്റ് കഴിഞ്ഞ്
മനസ്സിലായോ? ചിന്തിക്ക്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തീരുകയില്ല. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ ചിന്തിക്ക്. ഈ ഭൂമിയിൽ ആര് കൂടിയാലും ഒരു കാഴ്ച നമുക്ക് തരാൻ കഴിയുകയില്ല. കഴിയോ? ഇല്ല. ചില രാജാക്കന്മാരെ, ഉപദേഷ്ടകന്മാരായ വലിയ വലിയ കണ്ണുവട്ടന്മാരായ പണ്ഡിതന്മാരെ പറ്റി ഞാൻ അറിയും. മരിച്ചുപോയവരെ അറിയും. രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടാവ് അമേരിക്ക കൊണ്ടുപോയാലും കാഴ്ചശക്തി തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ രാജാവ് ചെയ്യും. പക്ഷേ കാഴ്ചശക്തി ഇല്ല. അമേരിക്കയിലും ബ്രിട്ടനിലും കൊണ്ടൊരു കാര്യമില്ല. കാരണം കാഴ്ചശക്തി കൊടുക്കാൻ ആർക്കേ കഴിയൂ? അള്ളാഹുവിനെ കഴിയും. പിടിക്കുമ്പോൾ പിടിക്കുന്ന സ്പർശന രസം അനുഭവിപ്പിക്കാൻ അള്ളാഹുവിനെ കഴിയും. പിടിപ്പിക്കാനും അള്ളാഹിനെ കഴിയൂ. ഇതിങ്ങനെ വളഞ്ഞിട്ടുണ്ട്, വളഞ്ഞിട്ടില്ലെങ്കിലോ? എൻ്റെ കൈ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത് പിടിക്കാം, തൊടാ. എന്തിനു കഴിയില്ല? പറയണോ? ഇനി ഇത് എടുക്കണമെങ്കിൽ ഇവിടെ വല്ല സൂപ്പറുകൾ ഒട്ടിക്കണ്ടേ? എന്തുകൊണ്ട് ഇതിങ്ങനെ കിട്ടണ്ടേ? 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ അനുഗ്രഹങ്ങൾക്ക് മുഴുവനും അതിന് നിഅമത്താണ്. അത് ശുക്രാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതനുഭവിച്ചാൽ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി 2 റക്അത്ത് ളുഹാ ഇന്നലെ ളുഹാ നിസ്കരിച്ചവർക്ക് കൈപോക്കാം. അൽഹംദുലില്ലാഹ്. അത് നിഅമത്തിന്റെ, അങ്ങനെ പറയണ്ടേ, നിഅമത്തിന് ശുക്രാണ്. എന്ത്? നിങ്ങളുടെ സന്ധി ബന്ധങ്ങൾക്കനുസരിച്ച് നിങ്ങൾ സ്വതക്ക കൊടുക്കണം. അപ്പോൾ സ്വഹാബത്തെ ചോദിച്ചു, ഞങ്ങൾക്ക് ആർക്കാണ് നബിയെ? ഓരോ 300 ചില്ലാനും മഫാസിലിന്റെ മനുഷ്യൻ, എങ്ങനെ ഞങ്ങൾക്ക് ഓരോ എണ്ണത്തിനും സ്വതക്ക കൊടുക്കാൻ കഴിയും? അപ്പോൾ പറഞ്ഞു, ഫകുല്ലു തക്ബീറത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തിൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തസ്ബീഹത്തിൻ സദഖ വഅംറുൻ ബിൽ മഅറൂഫി സദഖ വനഹ്യുൻ അനിൽ മുൻകരി സദഖ. റകഅതാനി മിനൽ ളുഹാ ഒക്കെ സദഖയാണ്. എല്ലാ തസ്ബീഹും സദഖയാണ്, എല്ലാ തക്ബീറും സദഖയാണ്, എല്ലാ അൽഹംദുലില്ലാഹ് സദഖയാണ്, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. പകരമായി എന്ത് മതി? റകഅതാനി മിനൽ ളുഹാ. മക്ക ഫതഹിന്റെ ദിവസം വളരെ പ്രയാസമുള്ള ഒരു ദിവസമായിട്ടും ഹബീബായ റസൂലുള്ളാഹ് മക്കയിൽ പ്രവേശിച്ചപ്പോൾ ഉമ്മു ഹാനി ബീവിയുടെ വീട്ടിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് വന്നത്. എന്തേ? അത് പ്രധാനമാണ്. ളുഹാ മുടക്കരുത്. മുഹമ്മദ് മുസ്തഫ. ആർക്ക് കഴിയും? ആർക്കാ കഴിയും? അല്ലാഹ് നീട്ടുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക. എന്തിലും ദാരിദ്ര്യം വന്നു, നട്ടപ്പാതിരക്ക് എണീറ്റു, ഒന്ന് പുറത്തേക്കൊന്നും നോക്കി. 14-ാം രാവ്, 16-ാം രാവാ ഇന്നലെ. എന്നിട്ട് 14-ാം രാവിന്റെ വെളിച്ചം ഇന്നലെ കണ്ടോ? പുറത്തിറങ്ങി നോക്കണം. മാനത്ത് നോക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മാനത്ത് നോക്കിയാൽ കൽബ് നന്നാവും എന്ന് ഇമാം ഗസാലി. ഇടക്കിടക്ക് മാനത്തേക്ക് നോക്കാം. രാത്രി എണീറ്റൊരു മാനത്തേക്ക് നോക്കാം. കൽബ് വിശാലമാവും. അള്ളാഹുവിന്റെ നിഅമത്തിന് ബോധ്യപ്പെടും. അപ്പോൾ എൻ്റെ നിസ്സാരത്വം ബോധ്യപ്പെടും. അപ്പോൾ നന്നാവും. പിന്നീട് ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കിയാൽ ഒരു വ്യക്തിക്ക് 10 നേട്ടങ്ങളെങ്കിലും ഉണ്ടാവും. ഒരു വ്യക്തി ആകാശത്തേക്ക് നോക്കിയാൽ 10 നേട്ടമെങ്കിലും അയാൾക്കുണ്ടാകുമെന്ന് അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു. 10 നേട്ടമെങ്കിലും ഉണ്ടാവും ആകാശത്തേക്ക് നോക്കി. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ച് നോക്ക്. ചിന്തിക്ക്. ഇതിലൊന്നാണ് എന്ത്? കൽബനോ. നേരെ മനസ്സിലായില്ലേ? മുറ്റത്തേക്ക് വലിച്ചിട്ടു. മുറ്റത്ത് നിർത്താൻ അജു നിസ്കരിക്കാൻ എവിടെ നോക്കി. എന്നിട്ട് താഴേക്ക് സുജൂദ് ചെയ്തു. അല്ലാഹ്, എന്താ അതിന്റെ ഒക്കെ രസം? എന്താ? രാത്രി മുറ്റത്തിറങ്ങിയിട്ട് നിസ്കരിക്കുക. അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി. ആകാശത്തേക്ക് നോക്കിയിട്ട് അത് ചെല്ലിയാൽ സകല ദോഷവും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. രാത്രി തഹജ്ജുദ് നേരത്തെ ആകാശത്തേക്ക് നോക്കിയിട്ട് ആയത്തൊടിയും ദോഷം പുറത്തു കൊടുക്കും. എന്റെ നിസാരത്വവും ഈ പ്രപഞ്ചത്തിന്റെ വിശാലതയും അവൻ കണ്ടെത്തും. എൻ്റെ റബ്ബ് ചെയ്ത അനുഗ്രഹങ്ങൾ അതാ അങ്ങ് അതിലേക്ക് എത്ര ലക്ഷം കിലോമീറ്റർ ഉണ്ടാവും. എത്രയോ ലക്ഷം കിലോമീറ്ററിനപ്പുറത്ത് ഒരു മിനുങ്ങുണ്ട്. ആ മിനുങ്ങിന് സൂര്യനേക്കാൾ വലിപ്പമുണ്ട്. എത്രയാ അതിൻ്റെ ഒക്കെ അകലം, എത്രയാ അതിൻ്റെ ഒക്കെ വലിപ്പം. അതിങ്ങനെ നീലവിഹായസിൽ ഇങ്ങനെ അതിമനോഹരമായി അതിങ്ങനെ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുകയാണ് രാത്രി. എന്ത് മനോഹരമാണ് രാത്രി. രാത്രിയുടെ ഭംഗി എത്രയാ.
അത് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ദാരിദ്ര്യം വേണം. എന്തുകൊണ്ട്? അപ്പോഴേ രാത്രി ഒന്ന് ഇറങ്ങിയിട്ട് നോക്കിയിട്ട് ദ്വാരക്കുള്ളൂ. ഇഷ്ടംപോലെ പൈസ, ബാങ്ക് ബാലൻസ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ ഇറങ്ങി തോന്നിക്കാൻ തോന്നൂല. പിന്നെ സ്വർഗമൊക്കെ നമുക്ക് 25,000 ഒരു ദ്വാരന്നാൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ മാത്രമുണ്ട് എന്നൊക്കെ നമ്മുടെ വിശ്വാസം അല്ലേ? പറയും അല്ലേ വിശ്വാസം. 25,000 ദ്വാര കൊണ്ട് സ്വർഗമായി. പിന്നെ ഇങ്ങനെ ഇപ്പോഴും സ്വർഗത്തിന് വേണ്ടി പറയണ ആവശ്യം എന്താ? മനസ്സിലായോ? ദാരിദ്ര്യം ഉണ്ടായ എല്ലാം വരും. അത് നേരത്തായിട്ട് ഇറങ്ങും, മാനത്തെ കോക്കും പൊട്ടിക്കാരിയും. ചിന്തിക്ക്. ഒരു ബന്ധുവായ സ്ത്രീ വിവാഹമോചിതയായി. പിന്നെ കൊല്ലങ്ങൾ അവൾക്ക്, എൻ്റെ ഒരു ബന്ധുവായ സ്ത്രീ വിവാഹമോചിത. പിന്നെ കുറെ കാലം ആ സ്ത്രീക്ക് ഒരു കല്യാണം വന്നില്ല. അങ്ങനെ പിന്നെ കല്യാണം ഉണ്ടാക്കി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രിയാപ്പളിൻ്റെ കൂടെ വന്നപ്പോൾ എന്നോട് സ്വകാര്യം പറഞ്ഞു. എന്താ സ്വകാര്യം? ഞാൻ യാത്രയിലൊക്കെ ദുആ ചെയ്യും. അങ്ങാടിയിലെ കൂടെ ഒക്കെ നോക്കുമ്പോൾ ഞാൻ ദുആ ചെയ്യും. പഠിച്ചോനെ, ഇത്ര ആണുങ്ങളെ പഠിച്ചിട്ട് എനിക്കൊരാണിനെ തരല്ലേ? അങ്ങനെ അള്ളാഹു ദുആ സ്വീകരിച്ചു. മനസ്സിലായില്ല? അതൊരു വലിയ വാക്ക. അള്ളാഹുവേ, ഞാൻ അങ്ങാടിയിലൂടെ അങ്ങനെ ബസ്സിന് പോകുമ്പോൾ ആലോചിക്കും, പഠിച്ചോനെ എത്ര ആണുങ്ങൾ ഓടുന്നു ചാടും, എന്തൊക്കെ പണി, എന്തൊക്കെ തിരക്ക്, ഇത്രയേറെ ആണുങ്ങളൊക്കെ ഈ പഠിച്ചിട്ട് എനിക്കൊരാണിനെ തരാൻ എൻ്റെ കയ്യിലില്ലേ പഠിച്ചു. അള്ളാഹുത്തല ആണിനെ കൊടുത്തു. ഇതന്നെയാണ് അള്ളാഹിനോടുള്ള വർത്താനം. മനസ്സിലായോ? റബ്ബിനോടൊരു വർത്താനം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് പറയാൻ തോന്നുന്നു. രാത്രി ഇറങ്ങിയാൽ പഠിച്ചോനെ ഇത്രയും അനുഗ്രഹം ചെയ്തത് ഇയാൾക്ക്, എനിക്കൊരു 10 ലക്ഷം രൂപ കടയുള്ളൂ, വീട്ടങ്ങനെ നീ ഈ കണക്കാക്കണ്ട, ഒന്നാമത്തേലാക്കി ഇജ്ജ് പറഞ്ഞു. എൻ്റെ പറമ്പ് വെച്ചിട്ട് എൻ്റെ കടം വീട്ടാൻ തൗഫീക്ക് തരണേ റബ്ബേ എന്ന് പറയണ്ടാന്ന്. പറമ്പ് ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് പെര കയറ്റാൻ വേണ്ടി അള്ള വെച്ചത്. എന്ത് അള്ളാഹ്ക്ക് ഇജ്ജ് എങ്ങനെ പ്ലാൻ വരച്ചു കൊടുക്കണം? എൻ്റെ കടം വീട്ടാനുള്ള പ്ലാൻ ഇങ്ങനെയാണ്. അയ്യേ എൻ്റെ അത്ര വലിപ്പുണ്ടല്ലോ. എന്തോ ഒരു വർത്താനം. ഞാനത് പറഞ്ഞു വരുന്ന ആളുകളോട് മുഴുവൻ ഗുണദോഷിക്കാറുണ്ട്. അങ്ങനെ പറയുന്നത്, എൻ്റെ പറമ്പ് വെച്ചിട്ട് എൻ്റെ കടം വീട്ടാൻ കയറണേ റബ്ബേ വരണ്ട, റബ്ബേ ജിൻ്റെ കടം വീട്ടി തരാം. അതിനെന്താ വഴിയോ ചെയ്തോണ്ട് പറമ്പ് വിട്ടാണെങ്കിൽ അതല്ല ഒപ്പിച്ചോളും. അതല്ല, നമ്മളെ പേരക്കുട്ടീൻ്റെ കുട്ടിക്ക് പെര കയറ്റമുള്ള സ്ഥലമാണെങ്കിൽ, ഇത്രയേറെ നല്ല മനുഷ്യന്മാർ തിങ്ങി താമസിക്കുന്നിടത്ത് നമ്മളെ പേരക്കുട്ടിൻ്റെ കുട്ടിയുടെ കുട്ടിക്ക് പെര കയറ്റുള്ള ഭൂമി എന്തിനു വെക്കണം? അള്ളാഹിനോട് പറഞ്ഞു കൊടുക്കണോ? അള്ളാഹ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ മൊലാലിനോട് പറയണോ എൻ്റെ പെര വെച്ചിട്ട് എൻ്റെ കടം വീട്ടി തരണം? അയ്യേ ആ ജാതി വർത്താനം മേലെ പറയുന്നത്. എൻ്റെ കടം വീടണം, കടം ഉണ്ടായിട്ടുണ്ട്, വീട്ടും അയ്യോ വീട്ടി തരണം. അള്ളാഹ് വീട്ടി തരും. ചിലപ്പോൾ പറമ്പ് വെക്കും, ചിലപ്പോൾ വെക്കൂല. എങ്ങനെ അവൻ മലിക്കൽ മുലൂക്കും. ഈ ഒന്നും അറിയാത്തവനല്ലേ. മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം ഏതാ? ഉറുമ്പും ഭരണിയിലകപ്പെട്ട ഉറുമ്പും ഭരണിയുടെ ഉടമക്കാരനായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. നല്ല വാച്ചറൊക്കെ ഇട്ട് മുറുക്കി നല്ലൊരു സ്ഫടികത്തിൻ്റെ ഭരണി, ആ സ്ഫടികത്തിൻ്റെ ഭരണിയിൽ അടച്ചു. എൻ്റെ സ്ഫടികത്തിൻ്റെ ഉടമക്കാരനായ അതിൻ്റെ സാഹിബായ ആളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഉറുമ്പുണ്ട്. ഞാൻ മനുഷ്യനെയും അള്ളാനെയും ഒരു ഉദാഹരണത്തിലൂടെ കാണിക്കാം. ഉറുമ്പിങ്ങനെ കയറി നല്ല റബ്ബറിൻ്റെ വാച്ചറുണ്ട്, ഇങ്ങോട്ട് പുറത്ത് കയറങ്ങില്ല. ഒരു സുഷിരല്ല, ഒന്ന് കുട്ടി കയറൂല. 1000 ഉറുമ്പ് കെത്തിയാൽ പോലും ആ മൂടി പൊങ്ങൂല്ല. മനസ്സിലായോ? പറഞ്ഞ ഇതന്നെ നമ്മൾ അകപ്പെട്ട നമ്മളിതാണ്. മനസ്സിലായോ? ഈ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു കിടക്കാൻ ഒരു ന്യായവുമില്ല, ഒരു വഴിയില്ല. എന്നാൽ ഇതിങ്ങനെ കണ്ടിരിക്കുന്നുണ്ട് ആര്? ഭരണിന്റെ ആള്. അയാളെ മൂടി ഒന്നും ഇങ്ങനെ എടുത്തു വെച്ചു കൊടുത്തു. അപ്പോ 10,000 ഉറുമ്പിന് ഒരു സെക്കൻഡ് പുറത്തിറങ്ങാം. ആണോ? അല്ലേ? അവനാണ് ആര്? അല്ലാഹ്. നമ്മൾ അള്ളാഹ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. ഉറുമ്പ് അള്ളാഹുത്തലൊക്കെ കത്തേക്കണ്ട. ഈ മൂടിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓട്ടുണ്ട്, അത് ഒന്ന് ഇങ്ങനെ ആക്കി തന്നാ ഞാനതിലെ ഒന്ന് ഇറങ്ങി അങ്ങനെ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട് ആ മൂടിയുടെ ഭാഗത്തൂടെ. ആ വെളിച്ചത്തിന് അവിടെ ചെന്നും കൂടി ഒന്ന് വെളിച്ചുണ്ടാവുന്ന ലെവലാക്കി തന്നാൽ ഞാൻ എൻ്റെ തല അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാൽ തല കടന്നാൽ ഞാൻ ബാക്കി കടന്നോളും. ഇങ്ങനെ അള്ളാഹിനോട് പറയേണ്ട ആവശ്യമില്ല. ഇത് പറയും പോലെയാണ് ഉറുമ്പെന്ന് പറയാ, പഠിച്ചോനെ ഞാൻ ഭരണിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്, ഞാൻ അതിൻ്റെ തലയിടാൻ കഴിയണില്ല, തലയിടാനുള്ള ഒട്ടുണ്ടാക്കി തന്നെ ബാക്കി ഞാൻ പോന്നിരുന്നു. അള്ളാഹിനോട് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിനോട് പറയണത് എന്താ? ഭരണി പഠിച്ചതും ഈയാണ്, എന്നെ പഠിച്ചത് ഈയാണ്, എനിക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ മൂടിയിട്ട് നോക്കും. കട ഉണ്ടാക്കിയിട്ടൊന്ന് കടം എന്നുള്ളത് നിശ്ചയിച്ചു ചെയ്യാണ്, എന്നെ നിശ്ചയിച്ചു ചെയ്യാൻ, എന്നെ പഠിച്ചു ചെയ്യാൻ, പുറത്ത് പോകണം.
കട ഞാൻ കുതിര വേണം വേണ്ടി വാങ്ങി തന്നെയാണ്. പക്ഷെ എപ്പോൾ ഞാൻ നന്നായി. ഇനി എനിക്ക് കള്ളുടിക്കാൻ വാങ്ങിയ കട എന്നാലും വേണ്ട വീട്ടിൽ തരണം. എന്തേ കള്ളുടിക്കാൻ വാങ്ങിയ കടം അല്ല വീട്ടിൽ തരില്ലാന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾക്ക് ലൈൻ തെറ്റിന്? ഇയാൾക്ക് പണ്ടേ ലൈനിൽ ലേശം തെറ്റിനാണ് അങ്ങനെ തോന്നുന്നത്. അയ്യേ എൻ്റെ കള്ളുടിക്കാൻ വാങ്ങിയ കടാണെങ്കിലും ആര് വീട്ടിൽ തരും? അല്ലാതെ ആരാ വീട്ടിൽ തരിക? കള്ളുടിക്കാൻ വാങ്ങിയ കടവും അള്ളാഹിനോട് പറഞ്ഞ പ്രശ്നം സാധനം കടാണ്. വാങ്ങിയതൊക്കെ കള്ളുടിക്കാൻ തന്നെയാണ്. പക്ഷെ ഇനി ഞാൻ കുടിക്കില്ല, ഞാൻ നന്നായി വീട്ടിൽ തരും. കാരണം ഞാൻ കള്ളുടി നന്നായിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് കടക്കാരൻ വിടൂല. കള്ളുടിക്കാൻ വേണ്ടി 10,000 വാങ്ങി, പിന്നെ നമ്മൾ നന്നായി, പിന്നെ പൈസ വെച്ചോ പറഞ്ഞേ ഇല്ല ഞാൻ കുടി നിർത്തിയിട്ടുണ്ട്. മറ്റോ പറയും കുടി നിർത്തിയാലും പാടില്ല, നിർത്തിയാലും പാടില്ല, പൈസ എടുക്കും. മനസ്സിലായോ? അവിടെ പൈസ ആര് തരണം? അല്ലാഹ് തരണം. വാങ്ങിയ എന്തിനാ? കള്ളുടിക്കാന്. അള്ളാഹിനോട് പറയാ കുടിക്കാൻ വാങ്ങിയതന്നെ, പക്ഷെ വീട്ടാൻ എനിക്കല്ലാതെ ഒരാളില്ല. ഇല്ലല്ലോ ഉടമക്കാരൻ വീട്ടിൽ തരും. ഞാൻ എന്നെ കണ്ട് വാങ്ങിയതാ, കള്ളുടിക്കാൻ വാങ്ങിയതന്നെ, പക്ഷെ എന്നെ കണ്ട് വാങ്ങിയ അള്ളാഹ് വീട്ടിൽ തരും. അള്ളാഹ് റഹ്മാനല്ലേ. വഴിപ്പെട്ടവനും പറയടാ, വഴിപ്പെടാത്തെന്ന് പറഞ്ഞാൽ കള്ളുടിയൻ പെടുവല്ലേ? വഴിപ്പെട്ട എന്താടാ നോക്കിയിരിക്കണം. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ആർക്കും കൊടുക്കണമല്ലേ? കരുണാവാരിധിയല്ലേ? إذا طرقت بابي من الدهر فاقة فتحت لها باب المسرات والبشر وقلت لها أهلا وسهلا ومرحبا فوقتك عندي أحلى من ليلة القدر وقلت لها ദാരിദ്ര്യം എൻ്റെ വാതിൽക്കൽ മുട്ടിയാൽ ദാരിദ്ര്യത്തിൽ ഞാൻ സന്തോഷിച്ച് വാതിൽ തുറക്കും. എന്നിട്ട് വഖുൽതു ലഹാ, ദാരിദ്ര്യത്തോട് ഞാൻ പറയും അഹ്ലൻ വസഹ്ലൻ വമർഹബാ, കേറി വാ ദാരിദ്ര്യമേ കേറി വാ. ഫവഖ്തു ഇൻദി അഹ്ലാ മിൻ ലൈലത്തുൽ ഖദ്രി, നീ വരുന്ന ഈ സമയം എനിക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനമാണ്. എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദ്റിൽ എനിക്ക് നിന്നെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദാരിദ്ര്യം വന്നാൽ എനിക്ക് നിന്നെ അനുഭവിക്കാൻ കഴിയും. ലൈലത്തുൽ ഖദ്ർ ഞാൻ കോട്ട വിട്ടേ വരുന്നിട്ടുള്ളൂ. ഒരു കോട്ട് ഇങ്ങനെ വന്നിട്ടുള്ളൂ. ദാരിദ്ര്യം വന്നാൽ കോട്ട് വെക്കണം പോകും. നേരം വിട്ട് അവർ ₹1,00,000 കൊടുക്കാണ്ട് 10 പൈസ കയ്യിലില്ല. അപ്പോൾ അവിടെ കോട്ടുവായിട്ട് തറക്കൂല, അള്ളാനെ കണ്ടു തറക്കും. فقلت لها أهلا وسهلا ومرحبا فوقتك عندي أحلى من ليلة القدر. ദാരിദ്ര്യമേ നീ വന്നാൽ, നീ വരുന്ന സമയം എനിക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ഭാഗ്യമായിരിക്കും. എനിക്ക് എൻ്റെ റബ്ബിനെ അനുഭവിക്കാൻ കഴിയുക ദാരിദ്ര്യം വന്നാല. എനിക്ക് രോഗം വന്നാൽ എനിക്ക് റബ്ബിനെ അനുഭവിക്കാൻ കഴിയും. ആണോ അല്ലേ? പറയാണോ അല്ലേ? ഒരു പല്ലുവേദന ഉണ്ടായാൽ ആ രാത്രി എത്തോട്ടം അല്ലാഹ് വിളിക്കും. പല്ലുവേദന ഇല്ലെങ്കിലോ പല്ലുണ്ടെന്ന് പോലും അറിയില്ല. ആണോ അല്ലേ? പറയടൂ. പല്ലുവേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ല് എന്നൊരു സാധനം ഉണ്ട് എന്ന് നമ്മൾ അറിയില്ല. ആണോ അല്ലേ? അറിയില്ലടോ. നമ്മളേത് കല്ലും കിട്ടിയാലും കടിക്കും. അങ്ങനെ കടിച്ച് മുറിച്ചിരുന്ന് അങ്ങനെ അവസാനം പല്ലുവേദന വന്നു. അപ്പൊ മനസ്സിലായി എനിക്ക് പല്ലുണ്ടായിരുന്നു. ഓഹോ, പല്ലുവേദന വന്നിട്ടില്ലെങ്കിലോ പല്ലിനറിയില്ല. മനസ്സിലായി? അപ്പോഴേ അറിയുള്ളൂ. അപ്പോഴേ അറിയുള്ളൂ. തിരക്കുള്ള ബസ് കയറിയപ്പോൾ കയ്യും കാലും കൂടിയാണ് കൊള്ളണില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക കയ്യും കാലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാധനം നമുക്കുണ്ട്. മറ്റൊന്നും കയ്യുള്ള ഓർമ്മ ഉണ്ടാവില്ല, കാലിലെ ഓർമ്മ ഉണ്ടാവില്ല, മൂക്കുള്ള ഓർമ്മ ഉണ്ടാവില്ല, കണ്ണിലെ ഓർമ്മ ഉണ്ടാവില്ല, വായിലെ ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സത്യല്ലേ? നേരെ മറിച്ചോ ഓരോ ആപത്ത് ഇങ്ങനെ വരുമ്പോൾ ചെറുവിരൽ വെച്ച് കുട്ടി അന്നത് പഴുത്തു, അന്ന് രാത്രി ഉറക്കം വന്നില്ല. അപ്പോൾ മനസ്സിലായി നമുക്ക് വിരലുണ്ട്. ഇല്ലെങ്കിലോ വിരലത് ഓർമ്മ ഉണ്ടാവില്ലേ? അല്ലാഹു അല്ലേ? فوقتك عندي أحلى من ليلة القدر فقلت لها أهلا وسهلا ومرحبا فوقتك عندي أحلى من ليلة القدر. ആപത്ത് വന്നപ്പോൾ, ദാരിദ്ര്യം വന്നപ്പോൾ ഞാൻ സന്തോഷിച്ച് വാതിൽ തുറന്നു. എന്നിട്ട് ദാരിദ്ര്യത്തോട് പറഞ്ഞു ഫഖുൽതു ലഹാ അഹ്ലൻ വസഹ്ലൻ വമർഹബാ, അഹ്ലൻ വസഹ്ലാ, കേറി വാ. ഫവഖ്തുക ഇൻദി അഹ്ലാ മിൻ ലൈലത്തുൽ ഖദ്രി, എനിക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ വലിയ ഭാഗ്യം നീ വന്നപ്പോഴാണ്.
എന്തുകൊണ്ട്? ലൈലത്തുൽ ഖദറിൽ ഞാൻ എണീക്ക മറന്നാലും ഇപ്പോൾ ഞാൻ എണീക്ക മറക്കൂല. എന്തുകൊണ്ട്? ഇപ്പോൾ എനിക്ക് ദാരിദ്ര്യമുണ്ട്. സത്യല്ലേ? ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ നേരം വെളുത്ത മനുഷ്യന്മാർക്ക് പൈസ കൊടുക്കാണ്ട് മാനം കെടുമെങ്കിൽ അന്ന് രാത്രി നമ്മൾ എന്താവില്ല, ഉറങ്ങൂല. ലൈലത്തുൽ ഖദറിൽ ഭാര്യ തിരിച്ചും മറിച്ചിട്ടിട്ടും എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കാത്ത അന്ന് ഭാര്യ പറഞ്ഞുറങ്ങാൻ പറഞ്ഞേ നമ്മളൊന്ന് കിടക്കി മനുഷ്യ, പൈസക്ക് നേരം വെളുത്ത എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? നമ്മളൊന്ന് കിടക്കി മനുഷ്യ, എനിക്ക് പറഞ്ഞാൽ മതി. നേരെ മറിച്ച് ലൈലത്തുൽ ഖദറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയിട്ട് ഒന്ന് എണീക്കും മനുഷ്യ, അന്ന് ലൈലത്തുൽ ഖദറല്ലേ, എന്നാ ഒന്ന് അങ്ങോട്ട് ഇരിഞ്ഞ്. മനസ്സിലായില്ലേ? പിന്നെ നമ്മളാ നല്ല ചൂടുള്ള ചോറിന്റെയും കൂട്ടാന്റെയും വാസന കിട്ടിയപ്പോഴാണ് ഹോട്ടലിൽ കൂട്ടാൻ പോവാണ്, തിന്നിട്ടില്ലെങ്കിൽ പാലൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നമ്മൾ എണീറ്റ് ലൈലത്തുൽ ഖദറൊക്കെ അപ്പോഴത്തിന് വന്നുപോയി. മനസ്സിലായില്ലേ? അതേ സമയത്ത് ദാരിദ്ര്യമുണ്ടായാലോ അള്ളാഹനെ കാണും, അള്ളാഹിനോട് പറയും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. ഏത് സമയം അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തും അൽഹംദുലില്ലാ, എന്തിനും അള്ളാഹിന്റെ റഹ്മത്തിനെ കണ്ടെത്തണം. ദാരിദ്ര്യമുണ്ടെങ്കിലും ഇതിലെന്തുണ്ടാവും? റഹ്മത്തുണ്ടാവും. ധനമുണ്ടെങ്കിലും റഹ്മത്തുണ്ടാവും. എന്തു റഹ്മത്തായിരിക്കും, റഹ്മത്തല്ലാത്തൊന്നുമില്ല. ഒക്കെ റഹ്മത്ത്, എല്ലാം റഹ്മത്ത്, എല്ലാം അള്ളാഹു തന്നെ നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞ് പറയും അള്ളാഹു ബോധം തരട്ടെ. സന്തോഷമുള്ള ഒരു കാലമാണ് നമുക്ക്. അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, ഇതിനാ പേടിക്കണേ. നീ മുഖ്യമന്ത്രിൻ്റെ ആളാണെങ്കിൽ നിനക്ക് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നിന്റെ തള്ളവരിൽ നടക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി കണ്ടു. മുഖ്യമന്ത്രിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ആളാണെങ്കിലോ ഡൽഹിയിലൊക്കെ പോലീസിനെ കണ്ടാൽ തന്നെ എനിക്കൊരു പുച്ഛം തോന്നും. എന്തുകൊണ്ട്? എന്റെ നേർക്കെങ്ങാനും ഒരു പോലീസ് കൈനൂറ്റി പോക്കിയാൽ ഒരു പണി എന്തു പോകും? ഞാൻ ആരാ? ഞാൻ പ്രധാനമന്ത്രിയുടെ സ്നേഹിതന് എങ്കിൽ രാജാതിരാജന്റെ മുഖറബായാൽ ഈ ലോകത്ത് ആരാണ് പേടിക്കാത്തത്? എന്തോ ഒരു മനുഷ്യന്മാരാണ്. മുഖറബ് പറഞ്ഞ അർത്ഥം എന്താ? മുഖറബ് പറഞ്ഞ അർത്ഥം കറുബ, സമീപസ്ഥനായി. മുഖറബ്, സമീപത്തിലാക്കപ്പെട്ടവൻ. മുഖറബ്, അള്ളാഹുവിന്റെ അടുത്ത ആള്. മനസ്സിലായി? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനുൻ വജന്നത്ത്. മുഖറബ് പറഞ്ഞ എന്താ? അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആള്. അയാൾ അള്ളാഹു തആല നരകത്തിലിട്ടാ നരകം കഴിഞ്ഞു. നരകം അപ്പം കിട്ടൂ, തണുപ്പായി പോകും. സ്വർഗത്തിലേക്ക് അയാൾ വരുമ്പോൾ സ്വർഗം സന്തോഷിച്ച് വിളിക്കും. എന്താ? ചില ആളുകളെ സ്വർഗം സ്നേഹിച്ച് വിളിക്കും. ചില ആളുകളെ സ്വർഗം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അയാളെന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അലിയും മിഖ്ദാദ് ഒക്കെ അതിൽപ്പെട്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ. എൻ്റെ അലിയൊക്കെ സ്വർഗത്തിൻ്റെ സൽമാനിയും എൻ്റെ അലിയെയും ഒക്കെ സ്വർഗത്തിന് വലിയ പൂടിയ സ്വർഗം എന്നും ദ്വാർക്കും എനിക്ക് അലിയെയും സൽമാനിയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് സ്വർഗം ദ്വാർക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു യാ അല്ലാഹ്. മുഖറബ് എന്നാൽ ആരാ? അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആള്. ഈ ലോകത്ത് അയാളെ ആരെങ്കിലും എന്ത് ചെയ്താൽ അയാൾക്ക് പണി കിട്ടും. നരകത്തിലേക്ക് ഇയാൾ ചെന്നാൽ നരകം അപ്പ കിട്ടും. കാരണം ഇയാൾ ആരാ? മുഖറബാണോ? മനസ്സിലായ? ചിന്തിക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. മുഖറബ് എന്നാൽ സമീപസ്ഥൻ, ഏറ്റവും അടുത്ത ആൾക്കാ മുഖറബ്. അള്ളാന്റെ ഏറ്റവും അടുത്ത ആള്. അപ്പോൾ ആർക്കും എന്നെ പേടിയാണ്. എന്തുകൊണ്ട്? അത്രയും വലിയ ആളാ, രാജാതിരാജന്റെ ആളാ. പിന്നെന്താ? അള്ളാഹുവിന്റെ സമീപസ്ഥനാകാൻ നോക്കണം. അതിനെന്ത് വേണം? അള്ളാഹിന്റെ റഹ്മത്തിനെ കണ്ടെത്തണം. കുറ്റം നോക്കരുത്. ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ചില പെണ്ണുങ്ങളുണ്ട് എല്ലാം ചെയ്തു കൊടുത്ത മാറ്റി സംസാരിക്കും. ചിലർ തിരിച്ചുണ്ട്. എങ്ങനെ? എന്ത് ചെയ്തിട്ടാലും പറയും നിങ്ങൾ പിന്നെ എന്ത് എനിക്ക് ചെയ്തിരുന്നു? അവർക്ക് അത് മതിയാവും നരകത്തിൽ കിടക്കാനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. ഭർത്താവ് ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു, പിന്നെ ഗർഭിണിയായി, പിന്നെ അയാൾ നാട്ടിട്ട് പോയിട്ട് പിന്നെ 25 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴത്തിന് മകൻ യുവാവായിട്ടുണ്ട്. നല്ല പെണ്ണാണെങ്കിൽ സദാസമയവും ബാപ്പാനെ പറ്റി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പൻ്റെ കാര്യം ശ്രദ്ധിക്കണട്ടാ, പൻ്റെ കാര്യം എൻ്റെ കാര്യം നോക്കണ്ട, പൻ്റെ കാര്യം നോക്കണട്ടാ എന്നാ പറയാ. സത്യത്തിൽ പോറ്റിയത് ഉമ്മയാണ്. എന്നാലും ഉമ്മ എന്ത് പറയും? പൻ്റെ കാര്യം നോക്കണേ, ഉപ്പാൻ്റെ കാര്യം നോക്കണേ, പാനെ ശ്രദ്ധിക്കണേ. എൻ്റെ ഭർത്താവായിട്ട് 1-2 ദിവസം ഒപ്പം കിടന്നിട്ട് ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ എനിക്കൊരു കുട്ടിയെ തന്നു. അതെന്തിനാ? ആ കുട്ടി എന്തിനു യോഗ്യനാ? നാട്ടിൽ ആലിമ, നാട്ടിൽ യോഗ്യനാ.
നാട്ടിൽ 4 ആളെ മനുഷ്യന് മക്ക മാത്രം ആ മനുഷ്യന്റെ മുതുകിൽ നിന്നാണ് എനിക്ക് ആ കുട്ടിയെ കിട്ടിയത്. ആ ഒരൊറ്റ കാര്യം മതിയാവും ആ മഹാപ്പെണ്ണിന് ആ പുരുഷന്റെ മഹത്വം മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നേരെ മറിച്ചോ 25 കൊല്ലം ചെറുപ്പക്കാർ യുവാവായി പെണ്ണിട്ടിട്ട് പിന്നെ വരുന്നത് വലിയ വെമ്മാടത്തിൽ പാർക്കാൻ. സത്യത്തിൽ അയാൾക്കൊരു ജാള്യതുണ്ടാവും. പക്ഷെ പെണ്ണിന് ഒരു വിഷയമല്ല. പാന്റെ കാര്യം നോക്കണം കേട്ടാ. പാന്റെ മോനാണേ എങ്ങാനും ഒരു വാക്ക് ജുമാ കഴിഞ്ഞു ഓൻ്റെ മോട്ടോർ സൈക്കിളിൽ വന്നു. വാപ്പ നടന്നിട്ടാണെങ്കിൽ തിരിച്ചു പള്ളിയിലുണ്ടല്ലോ നിനക്ക് വണ്ടിന് പന കയറ്റിക്കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു പന ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അന്നുമ്മ ഓനെ തൊലക്കില്ല ഈ മകനെ. എന്തുകൊണ്ട്? അതാണ് നന്ദിയുള്ള പെണ്ണ്. നേരെ മറിച്ച് ചില ആളുകളുണ്ട് പകൽ നന്ദി കൊടുത്താലും നിങ്ങളിപ്പോ അതിനെന്തേ നിങ്ങളെ കെട്ടിയിട്ടൊരു സുഖം നിങ്ങളെന്നെ കെട്ടിയിട്ടൊരു സുഖം ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയും പറയും. മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹുവിന്റെ അടിമ എപ്പോഴും അള്ളാഹിന്റെ റഹ്മത്തെ കണ്ടെത്തുള്ളൂ. മോശപ്പെട്ടവൻ അള്ളാഹു ചെയ്യാത്തേ കണ്ടെത്തുള്ളൂ. നല്ലവൻ അള്ളാഹു ചെയ്തതേ കണ്ടെത്തുള്ളൂ. നല്ല പെണ്ണ് ഭർത്താവ് ചെയ്തതേ കണ്ടെത്തൂ. മോശപ്പെട്ട പെണ്ണ് ചെയ്യാത്ത കണ്ടെത്തും. നല്ല അടിമ അള്ളാഹു ചെയ്തു കൊടുത്തതേ കണ്ടെത്തുള്ളൂ. എന്ത് കണ്ടെത്തൂല? എന്തൊരു ഉറക്കങ്ങൾക്ക്. നല്ല അടിമ അള്ളാഹു തആല ചെയ്തതേ കണ്ടെത്തൂ. എന്ത് കണ്ടെത്തൂല? അള്ളാഹു ചെയ്യാത്ത ഒന്നുമില്ല. അല്ലാഹ് എന്നെ റഹ്മത്ത് കൊണ്ട് മൂടിയവനാണ് എന്ന് പറഞ്ഞു. എന്റെ റഹ്മത്ത് എന്തിനേക്കാളും മൂടിയിട്ടുണ്ട്, നീ എന്നെയും റഹ്മത്ത് കൊണ്ട് മൂടിയിട്ടുണ്ട് എന്നേ പറയുള്ളൂ. നമ്മൾ മോശപ്പെട്ടവരായതുകൊണ്ടാണ് നമ്മളിപ്പോഴും എന്ത് കണ്ട് അത് ശരിയായില്ല, ഇത് ശരിയായില്ല. അവിടെ ഒരു 10 സെന്റ് ഞാൻ വിചാരിച്ചു, പക്ഷെ അത് എടുക്കാൻ അള്ളാഹ് സമ്മതിച്ചു. 25 പീടിയുണ്ട്, 26ാമത്തെ പീടിയാ നടന്നില്ല. അപ്പോഴാണ് ദേഷ്യം. ഞാൻ 150 പോയതായിരുന്നിട്ടും അത് ശരിയായില്ല. ഇവരൊക്കെ മൂലക്ക് ചവിട്ടി കൂട്ടിയിട്ട് മൂലക്കെട്ടി ചവിട്ടിയാൽ ഒക്കെ 100 ജുമ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ കൂലി. ജാതി പോത്തുകളെ അള്ളാഹിനെ നിഅമത്ത് കണ്ടെത്താത്ത പോത്തുകളെ മൂലക്കെട്ടി ചവിട്ടിയാൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടും. അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ അള്ളാഹു ചെയ്യാത്തത് കണ്ടെത്തേയില്ല. എന്തേ കണ്ടെത്തൂ? ചെയ്തതേ കണ്ടെത്തൂ. എൻ്റെ റബ്ബ് എനിക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. നല്ല പെണ്ണ് ഭർത്താവ് ചെയ്തു കൊടുത്തതേ കണ്ടെത്തൂ. മനസ്സിലായോ പറഞ്ഞത്? മോശപ്പെട്ട പെണ്ണ് ഭർത്താവ് ചെയ്തു കൊടുക്കാത്തതേ കണ്ടെത്തൂ. മോശപ്പെട്ട അടിമ അള്ളാഹ് ചെയ്തു കൊടുക്കാത്ത കണ്ടെത്തൂ. നമ്മൾ ചെയ്തു കൊടുക്കാത്ത ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തരും അള്ളാഹ് ചെയ്തു തരാത്തൊരു ഇഷ്ടം കൊണ്ടാണ് വന്നത്. എന്തുകൊണ്ട്? നല്ല അടിമയില്ല. നല്ല അടിമയായാൽ നിങ്ങളെ പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളെ വീട്ടിലുണ്ട്. നിങ്ങൾ കസ്തൂരിമാന എന്ന് പറഞ്ഞാൽ കസ്തൂരി അതിന്റെ പുറത്തുനിന്നുണ്ടാവും, പക്ഷേ അത് കസ്തൂരി എവിടെ നോക്കിപ്പായും. കസ്തൂരി എവിടെ ഉണ്ട്? എന്താണോ കസ്തൂരിമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തുണ്ട്. എന്ത് കസ്തൂരി? പക്ഷെ എന്നെ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ പായും. എവിടെയാ കസ്തൂരി? നമ്മളെ എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം നമ്മളെ പരിയിലുണ്ട്. നമ്മളെ പരിയെ കൈയൊന്നിച്ചാൽ തന്നെ തീരും. പക്ഷേ അള്ളാഹു നമ്മളും തമ്മിലുള്ള അകലൊഴിവാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവസ്വമായി കണ്ടെത്തണം. അവനും നമ്മളും തമ്മിൽ യാതൊരു അകലവും ഇല്ല. ഭാര്യയും നിങ്ങൾ തമ്മിൽ അകലുണ്ടായാൽ എന്ത് കുടുംബജീവിതമാണ്? ആണോ അല്ലേ? സത്യല്ലേ? ഭാര്യ നമ്മൾ തമ്മിൽ അകലുണ്ടായാൽ കുടുംബജീവിതമല്ല. അതല്ലേ? ആണോ അല്ലേ? ഓളെ വീട്ടിലൊരു സംഭവം നടന്നു, പിന്നെ 6 മാസം കഴിഞ്ഞാണ് നമ്മളത് അറിയുന്നതെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. എന്തേ എന്നോട് പറയുന്നു അങ്ങനത്തെ ഒരു കാര്യം പോരി കഴിഞ്ഞിട്ട്? എന്താ അങ്ങനത്തെ സ്വഭാവം? നല്ല സ്വഭാവമല്ലല്ലോ. അങ്ങനെയൊന്നും കാണും ഞാൻ വിചാരിച്ചില്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ അറിഞ്ഞാലും മോശമല്ലേ? എന്ത് മോശം? നിനക്കുള്ള മോശം എനിക്കും മോശമല്ലേ? മനസ്സിലായില്ല? അവളെ പുരയിൽ ഒരു കാര്യം നടന്നു, പിന്നെ വേറൊരു വഴിക്ക് 6 മാസം കഴിഞ്ഞ് നമ്മളത് അറിയുമ്പോൾ ഇവൾ ആ ദിവസം തന്നെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് വിഷമമുണ്ടോ? ആരോട്? എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു കാര്യം അവൾ നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. തന്നെ അള്ളി നമ്മൾ ബന്ധം. അള്ളി നമ്മൾ അകലുണ്ടെങ്കിൽ ഈ അകലുണ്ടാവും. എന്ത്? നേരെ മറിച്ച് അള്ളി നമ്മൾ അകലല്ലെങ്കിലോ എല്ലാം പറയും. അപ്പൊ എല്ലാം ഇങ്ങോട്ട് പറയുന്നു. നമ്മൾ മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കണ്ടിട്ട് എന്നിട്ട് വാ. ഈ ഒരാഴ്ചകൾ ആരും അള്ളാഹ് ചെയ്യാത്ത ചിന്തിക്കണ്ട, അള്ളാഹ് ചെയ്ത് മാത്രം ചിന്തിക്കുക. എന്നാൽ ഈ റജബ മാസത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഞങ്ങൾ കാണിച്ചു. فقلت لها أهلا وسهلا ومرحبا فوقتك عندي أحلى من ليلة القدر إذا طرقت بابي من الدهر فاقة
فتحت لها باب المسرات والبشر فقلت لها أهلا وسهلا ومرحبا فوقتك أهلا عندي أهلا من ليلة القدر. الله تعالى مكي നമ്മൾ സാലിഹ്യങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ.